السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. എത്രയും ബഹുമാനം നിറഞ്ഞിട്ടുള്ള മുഹിബ്ബീങ്ങളെ അല്ലാഹു തആല റാഹത്തും സന്തോഷം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗം കുറച്ച് ഓതിയിട്ട് നിർത്താം. അല്ലാഹു തആല തൗഫീഖ് എന്ന് അനുഗ്രഹിക്കട്ടെ. ഇൽമിലൊക്കെ അല്ലാഹു തആല ബറക്കത്ത് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ ശഅബാൻ മാസത്തിനെ ബഹുമാനിച്ചാലുണ്ടാകുന്ന പവിത്രതയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞതെല്ലാം ഒരു ശഅബാൻ മാസത്തിന്റെ പോരിഷയും അതിന്റെ മഹാത്മ്യതയാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ശഅബാൻ ഇത്രമാത്രം പോരിശ കിട്ടിയത്? എന്ത് കാരണം കൊണ്ടാണ് ഇത്രമാത്രം പോരിശ ശഅബാന് കിട്ടിയത്? അതിലൊരു രാത്രിയുണ്ട് എന്നാണ്. ഈ മാസത്തിലൊരു രാത്രിയുണ്ട്. ആ രാത്രിക്ക് വലിയ ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് കൊണ്ടാണ് ഈ പറയുന്ന ശഅബാൻ മാസത്തിലേക്ക് പവിത്രത കിട്ടിയത്. അത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. മദീനക്ക് ഭംഗി കൂടാൻ കാരണം അള്ളാഹുവിന്റെ ഹബീബ് അവിടെ ആയതുകൊണ്ടാണ്. റമദാൻ മാസത്തിലേക്ക് പവിത്രത കൂടാൻ കാരണം ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ദിവസം അതിൽ ഉണ്ടായതുകൊണ്ടാണ്. എന്നതുപോലെ ശഅബാൻ മാസത്തിലേക്ക് അതിലൊരു രാത്രിയുണ്ട്. അതായത് ബറാഅത്തിന്റെ രാത്രി എന്ന് പറയുന്ന രാത്രിയുണ്ട്. അതുകൊണ്ടാണ് അതിന് പവിത്രത കൂടിയത്. യഥാർത്ഥത്തിൽ ബറാഅത്തിന്റെ രാവ് എന്ന് പറയുമ്പോൾ അതിലേക്ക് ഒരു ബറാഅത്ത് എന്നുള്ള പേര് മാത്രമല്ല, 4 പേരിലായിക്കൊണ്ട് ആ ദിവസം അറിയപ്പെടുന്നുണ്ട്. ലഹ അർബഅത്തു അസ്മാഇൻ എന്നാണ് 4 പേര്. ഒന്ന് ലൈലത്തുൽ മുബാറക, ബർക്കത്താക്കപ്പെട്ട രാത്രി. രണ്ടാമത്തെ പേര് ലൈലത്തുൽ ബറാഅത്തി, ബറാഅത്തിന്റെ രാത്രി, അതായത് മോചനത്തിന്റെ രാത്രി. വലൈലത്തു സുഖ്തി, കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന രാത്രി. വലൈലത്തുർ റഹ്മത്തി, റഹ്മത്തിന്റെ രാത്രി. ഇങ്ങനെ 4 പേരതിനെക്കുണ്ട് എന്നുള്ളത് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിലും അതുപോലെ തന്നെ ഇസ്മായിൽ ഹിക്കക്കി റളിയല്ലാഹു അൻഹു റൂഹുൽ ബയാനിലും അതുപോലെ തന്നെ കശാഫ് പോലത്ത തഫ്സീറിന്റെ കിതാബിലും ഒക്കെ കാണും ഈ പറയുന്ന സംഗതി. 4 പേരതിനുണ്ട്. ഈ രൂപത്തിലൊക്കെ അതിന് പേര് പറയപ്പെടും. ഈ രാത്രി വലിയ പുണ്യമുള്ള രാത്രിയാണ് എന്നുള്ളത് ഞാൻ പറയുന്നതല്ല. എല്ലാ ആളുകൾക്കും അത് വളരെ വ്യക്തമായിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. സൂറത്തു ദുഖാൻ എന്ന് പറയുന്ന അധ്യായം, ആ സൂറത്തു ദുഖാനിന്റെ തുടക്കത്തിൽ തന്നെ ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ എന്ന് പറയുന്ന ഈ 3 ആയത്തുകൾ, അതിന്റെ തഫ്സീറുകൾ ഒന്ന് പരതിയാൽ വളരെ വ്യക്തമായി കൊണ്ട് കിട്ടും ഈ രാത്രിക്ക് ബർക്കത്തുണ്ട് എന്നുള്ളത്. ഇമാമുന ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന കിതാബിന്റെ 14ാം വോള്യത്തിന്റെ 234ാമത്തെ പേജിലായി പറയുന്നത് ഹാദിഹിൽ ലൈല, അതായത് ഈ ബറാഅത്ത് രാത്രിയിലുണ്ട് മുഖ്തസത്തും ബി 5 ഖിസാൽ, 5 സവിശേഷതകൾ, പ്രത്യേകതകൾ ഈ രാത്രിക്ക് പറയാൻ പറ്റും. 5 പ്രത്യേകതകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അൽ-അവ്വലു, ഒന്നാമത്തെ പ്രത്യേകത തഫ്രീഖു കുല്ലു അംരിൻ ഹകീമിൻ ഫീഹാ, ഈ ദിവസത്തിൽ ഈ ബറാഅത്തിന്റെ രാത്രിയിൽ കാര്യങ്ങൾ അല്ലാഹു തആല സൃഷ്ടികളിലേക്കുള്ള കാര്യങ്ങൾ അല്ലാഹു തആല വിട്ടുപിരിക്കുന്ന, നിർണയിക്കുന്ന ഒരു രാത്രിയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പോരിശ ഫളീലത്തുൽ ഇബാദത്തി ഫീഹ, ഈ രാത്രിയിലുള്ള ആരാധനക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. അൽ ഖസ്ലത്തു സാലിസ, മൂന്നാമത്തെ കാര്യം നുസൂലുർ റഹ്മത്തി, റഹ്മത്ത് ഇറങ്ങുന്ന രാത്രിയാണ്. അള്ളാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞ ഹദീസാണ് ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഇതിന് ആധാരമായിട്ട് എടുക്കുന്നത്, തെളിവെടുക്കുന്നത്.
അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇന്നല്ലാഹ യർഹമു ഉമ്മത്തി ഫീ ഹാദിഹിൽ ലൈലത്തി, ഈ രാത്രിയിൽ എന്റെ സമുദായത്തിലേക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യും. ബി അദദി ഷഹരി അഗ്നാമി ബനീ കൽബ്, ബനൂ കൽബ് ഗോത്രക്കാരുടെ ആടുകളുണ്ട്. ആ ആടുകളുടെ രോമത്തിന്റെ കണക്ക് കണ്ടുകൊണ്ട് ഒരാടിന് എത്രമാനം രോമം ഉണ്ടാവും? അപ്പൊ ഈ പറയുന്ന ബനൂ കൽബ് ഗോത്രക്കാർക്ക് ഒരുപാട് ആടുകളുള്ള ഗോത്രാണ്. അവർക്ക് എത്രനാലും ആടുണ്ട്, അതിനൊക്കെ ദേഹത്ത് എത്രനാലും രോമുണ്ട്. അത്രയും കണ്ടുകൊണ്ട് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് റഹ്മത്ത് ഇറങ്ങുന്ന രാത്രി. ഇതിൽ ഒരു സവിശേഷത തന്നെയാണ്. വൽ ഖസ്ലത്തു റാബിഅ, നാലാമത്തെ കാര്യം ഹസൂലുൽ മഗ്ഫിറത്തി, മഗ്ഫിറത്തിന്റെ പുറത്തു കൊടുക്കുന്ന ഒരു രാത്രിയാണ് ഈ രാത്രി. അതിന്റെ സവിശേഷതയിൽപ്പെട്ടതാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ തആല യഗ്ഫിറു ലിജമീഇൽ മുസ്ലിമീന ഫീ തിൽക്കൽ ലൈലത്തി, ഈ രാത്രിയിൽ അല്ലാഹു തആല സർവ്വ മുസ്ലിമീങ്ങൾക്കും പുറത്തു കൊടുക്കുന്നുണ്ട്, അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. വൽ ഖസ്ലത്തുൽ ഖാമിസ, അഞ്ചാമത്തെ കാര്യം അന്നഹു തആല അതാ റസൂലഹു ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട് തമാമ ശഫാഅത്തി, ശഫാഅത്തിന്റെ പരിപൂർണമായ രൂപം. അതെങ്ങനെയാണ്? വദാലിക്കാത് അന്നഹു സഅല ലൈലത്തെ സാലിസ അശറ മിൻ ശഅബാൻ, ശഅബാന്റെ 13ന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു അല്ലാഹുവിനോട്, ഫീ ഉമ്മത്തിഹി, ഉമ്മത്തിന്റെ വിഷയത്തിൽ ഷഫാഅത്തിന് ചോദിച്ചപ്പോൾ സുലുസും മിൻഹും, 1/3 കൊടുത്തിട്ടുള്ളൂ 13-ന്. സുമ്മ സഅല ലൈലത്തെ റാബിഅ അശറ, 14-ന് ചോദിച്ചു, ശഅബാൻ 14-ന് ചോദിച്ചു. ഫഉതിയ സുലുസൈൻ, അവർ 2 കൂടി കൊടുത്തു, 3 2 കൊടുത്തു, ഇനി ഒരു ഭാഗമേ ഉള്ളൂ. സുമ്മ സഅല ലൈലത്തുൽ ഖാമിസ അശറ, പിന്നെ ശഅബാൻ 15-ന് ചോദിച്ചു. ഫഉതിയ ജമീഅ, മുഴുവനായിട്ടും കൊടുത്തു. അപ്പൊ മുഴുവനായിക്കൊണ്ടും ഷഫാഅത്തിനുള്ള അധികാരം കൊടുത്ത രാത്രിയാണ്. അപ്പൊ അതും ഇതിൽ വല്ലാത്തൊരു പവിത്രതയെ അറിയിക്കുന്നു എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ സൂറത്തു ദുഖാനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരിൻ, തീർച്ചയായിട്ടും നമ്മൾ ഈ ഖുർആനെ ഇറക്കിയത് ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, ബർക്കത്താക്കപ്പെട്ട രാത്രിയിലാണ്. ഈ ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, ബർക്കത്താക്കപ്പെട്ട രാത്രിയിലാണ് എന്ന് പറയുന്ന വിഷയം അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ രാത്രി? ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ലൈലത്തുൽ ഖദറിനാണ്. എന്നാൽ ലൈലത്തുൽ ഖദറിന് എന്നല്ല, അത് ബറാഅത്തിന്റെ രാവിലാണ് എന്ന് പറഞ്ഞ ആളുകളും ഉണ്ട്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ തന്നെ പറയുന്നു, കാല ഇക്രിമത്തു, ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ത്വായിഫത്തുൻ ആഖറൂൻ, വേറെയും ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്നഹാ ലൈലത്തുൽ ബറാഅത്തി, അത് ബറാഅത്തിന്റെ രാത്രിയിലാണ്. ബറാഅത്തിന്റെ രാത്രി എന്ന വയ്യ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാന്റെ പകുതിയുടെ ആ രാത്രി 15-ന് എന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഈ അഭിപ്രായം തന്നെയാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിലും പറഞ്ഞിട്ടുള്ളത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, വകാല ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അൽ ലൈലത്തുൽ മുബാറകത്തു ഹാഹുന, ഇവിടെ ഖുർആനിൽ അല്ലാഹു തആല ലൈലത്തുൽ മുബാറക എന്ന് പറയുന്ന പ്രയോഗം അത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ആണോ, ശഅബാനിന്റെ ആ രാത്രിയുടെ പകുതിയിലാണ് എന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ ജാമിഉൽ അഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന കിതാബിന്റെ 8ാം വാള്യത്തിന്റെ 80-ാമത്തെ പേജിൽ വളരെ വ്യക്തമായിട്ട് അത് നടത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു പണ്ഡിതന്മാരല്ല, ഒരുപാട് പണ്ഡിതന്മാർ ഇതേ ആശയം, അതായത് ഖുർആനിൽ ഫീ ലൈലത്തിൻ മുബാറക, ബർക്കത്താക്കപ്പെട്ട രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് പറയുന്ന ആ പരാമർശത്തിൽ, ആ ബർക്കത്താക്കപ്പെട്ട രാത്രി എന്നുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചത് അത് ശഅബാനിന്റെ 15 എന്നുള്ളത് ജാമിഉൽ ബയാനിൽ വളരെ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റൂഹുൽ മആനിയിലുണ്ട്, റൂഹുൽ ബയാനിലുണ്ട്, അബു സുഊദിലുണ്ട്, സോവിയിലുണ്ട്, ഖുർത്തുബിയിൽ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ തുടങ്ങിയിട്ട് നിരവധി തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ അഭിപ്രായം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈലത്തുൽ മുബാറക, ബർക്കത്താക്കപ്പെട്ട രാത്രിയില് ഖുർആൻ ഇറങ്ങി അത് ശഅബാൻ 15-നാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു സംശയം വരുന്നുണ്ട്.
കാരണം സൂറത്തുൽ ഖദറിലൂടെ അല്ലാഹു തആല പറഞ്ഞു ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആളെ വ്യക്തമായിട്ട് പറഞ്ഞു ലൈലത്തുൽ ഖദറിനാണ് ഖുർആൻ നമ്മൾ ഇറക്കിയത്. അപ്പൊ അവിടെ ചോദിക്കുമ്പോൾ ഇത് രണ്ടും വിരുദ്ധം വന്നില്ലേ, വൈരുദ്ധ്യായില്ലേ? എന്താ വൈരുദ്ധ്യം? ഹാമീം സൂറത്തിൽ ഫീ ലൈലത്തിൻ മുബാറക, ദുഖാൻ സൂറത്തിൽ ഫീ ലൈലത്തിൻ മുബാറക ബർക്കത്താക്കപ്പെട്ട രാത്രിയിൽ നമ്മൾ ഇറക്കി എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ശഅബാൻ 15 എന്ന് പറഞ്ഞാൽ, എന്നാൽ സൂറത്ത് ഖദറിൽ വളരെ വ്യക്തമായിക്കൊണ്ട് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് പറഞ്ഞില്ലേ? അപ്പം ഒരേ ഖുർആൻ എങ്ങനെ ഈ പറയുന്ന ബറാഅത്തിന്റെ രാവിലും ലൈലത്തുൽ ഖദറിലും അങ്ങനെ ഇറങ്ങലുണ്ടായത്? അപ്പൊ ഇങ്ങനെ വരൂലേ എന്നുള്ളൊരു പരാമർശം വരുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നോക്കിയിട്ട് അവസാനം ഗണ്ണിച്ചുകൊണ്ട് 300ഓളം പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഉസ്താദായ ഇക്രിമ റളിയല്ലാഹു അൻഹു, ആ ഇക്രിമ റളിയല്ലാഹു അൻഹു തന്നെ ഇതിന് മറുപടി പറയുന്നുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹു ഈ പറയുന്ന ഫീ ലൈലത്തുൽ മുബാറക എന്ന് പറയുന്ന ബർക്കത്താക്കപ്പെട്ട രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശം ശഅബാൻ 15 പറഞ്ഞ മഹാനാണ്. എന്നാൽ അതേ ഇക്രിമ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചോദ്യം വന്നപ്പോ അതിന് ഗണ്ണിച്ചുകൊണ്ട് മറുപടി പറയാണ്. അതിന്റെ മറുപടി നമ്മൾ പറയാ, അതായത് അല്ലാഹു തആല ഖുർആനിന്റെ ആ ക്രോഡീകരിക്കപ്പെട്ട ആ ഖുർആൻ മൊത്തം ലൗഹിൽ മഹ്ഫൂദിൽ നിന്നും 1-ാം ആകാശത്തേക്ക് അല്ലാഹു തആല ഇറക്കിയത് ഈ പറയുന്ന ബർക്കത്താക്കപ്പെട്ട രാത്രി എന്ന് സൂറത്തു ദുഖാനിൽ പറഞ്ഞ ആ പറയുന്ന ബർക്കത്താക്കപ്പെട്ട രാത്രി ശഅബാൻ 15 പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അതിപ്പോ ലൗഹിൽ മഹ്ഫൂദിൽ അല്ലാഹു തആല ഖുർആനെ ക്രോഡീകരിച്ച മൊത്തം പതിപ്പായിക്കൊണ്ടും 1-ാം ആകാശത്ത് ഇറക്കി വെച്ചു. പിന്നീട് ഈ പറയുന്ന ശഅബാൻ കഴിഞ്ഞ റമദാൻ വന്നപ്പോ ആ ലൈലത്തുൽ ഖദർ വന്നപ്പം അതിന്റെ തുടക്കം അങ്ങോട്ട് കുറിക്കുകയും ചെയ്തു. ഇപ്പൊ രണ്ടിനും കേടില്ല. ഇപ്പൊ എല്ലാരും പറഞ്ഞു ഓക്കെയാണ്. കാരണം അങ്ങനെ തന്നെയാണല്ലോ ഖുർആന്റെ അവതരണം. അല്ലാതെ ഖുർആൻ ഒറ്റടിക്ക് ഭൂമിക്ക് ഇറങ്ങിക്കല്ലോ. ഹയ്യേ, അങ്ങനെയല്ല. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായിക്കൊണ്ട് തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്. 14-ാം വെള്ളത്തിന്റെ 236-ാമത്തെ പേജിൽ നോക്ക്. അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നസിലൽ ഖുർആനെ ഇറക്കപ്പെട്ടു ജുംലത്തുൻ മിനൽ ലൗഹിൽ മഹ്ഫൂദ്. കണ്ടോ, ലൗഹുൽ മഹ്ഫൂദിൽ ഒരു കൂട്ടം ആ ഖുർആനായിക്കൊണ്ട് മൊത്തം ഖുർആനായിക്കൊണ്ട് ഇറക്കപ്പെടുകയാണ്. എവിടേക്ക്? ഇലൽ ബൈത്തുൽ മഅ്മൂർ, ബൈത്തുൽ മഅ്മൂറിലേക്ക്. അതോടെ വഹുവ ഫിസ് സമാഇ ദുനിയ, 1-ാം ആകാശമാണിത്. ആ 1-ാം ആകാശത്തേക്ക് അല്ലാഹു തആല ആ ഖുർആനെ ഇറക്കുകയാണ് മുഴുവനായിട്ടും. സുമ്മ നസില ബഅദ ദാലിക, പിന്നീട് അതിന്റെ ശേഷം ഇറക്കപ്പെടുന്നു ഫി അൻവാഇൽ വഖാഇ ഹാലൻ ഫഹാൽ, ഓരോരോ സന്ദർഭങ്ങൾക്കനുസരിച്ചുകൊണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ സൂറത്തിന്റെ ഇറങ്ങുന്നത് ഈ പറയുന്ന ലൈലത്തുൽ ഖദറിനായിരുന്നു. അതിന് തുടക്കം കുറിച്ചു. പിന്നെ മുഴുവനായിട്ട് അല്ലാണ്ട് ഇറക്കി കൊടുത്തേക്ക അല്ലല്ലോ. ഓരോരോ ഘട്ടങ്ങളിൽ മദീനയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, മക്കയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടില്ല. അതിന്റെ സൂറത്തിന്റെ അതിന്റെ സൂറത്ത് ഇന്ന സൂറത്ത് മക്കിയ്, ഇന്ന സൂറത്ത് മദനിയ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഈ പറയുന്ന ഹിജറിന്റെ മുമ്പും ഹിജറിന്റെ ശേഷവും ഒക്കെ ഇറങ്ങിയത്. അപ്പൊ ഹിജറിന്റെ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, ഹിജറിന്റെ ശേഷം ഇറങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുണ്ടാവുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, മദീനയിലുണ്ടാവുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് ഖുർആൻ ഇറക്കി കൊടുത്തു. അപ്പൊ അതിന്റെ തുടക്കം കുറിച്ചത് ഈ പറയുന്ന ലൈലത്തുൽ ഖദറിനായിരുന്നു. അപ്പൊ രണ്ട് ശരിയായി. ഇപ്പൊ രണ്ട് പരാമർശം റെഡിയാണ്. അപ്പൊ സൂറത്തു ദുഖാനിൽ ഫീ ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞാൽ അത് ശഅബാൻ 15. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിൽ പറഞ്ഞു അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞുകൊണ്ട് ലൈലത്തുൽ ഖദർ തന്നെയാണ്. പക്ഷേ 1-ാം ആകാശത്തേക്ക് തുടക്കം കുറിച്ചതാണ് എന്നർത്ഥം. അപ്പൊ എന്ത് ചെയ്തു? ഈ പറയുന്ന രാത്രിക്ക് പവിത്രത ഉണ്ട് മനസ്സിലായല്ലോ. വളരെയധികം പവിത്രതയുള്ള രാത്രിയാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ രാത്രിയിലാണ് ഒരു മനുഷ്യന്റെ ജയപരാജയങ്ങളും അവന്റെ ഭക്ഷണം, അവന്റെ റിസ്ക്, അവന്റെ വെള്ളം, അതുപോലെ തന്നെ അവന്റെ ഹജ്ജ്, അവന്റെ വിവാഹം, മക്കൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങളും ലിസ്റ്റാക്കി തയ്യാറാക്കുന്ന രാത്രിയാണ് ഈ രാത്രി എന്നുള്ളത് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായിക്കൊണ്ട് തഫ്സീർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹിയൻ നിസ്ഫു മിൻ ശഅബാന, ശഅബാനിന്റെ പകുതി, അതായത് ബറാഅത്തിന്റെ രാവ്, യുബ്റമു ഫീഹാ അംറു സനത്തി, ഒരു കൊല്ലത്തിന്റെ കാര്യങ്ങൾ കണക്കാക്കപ്പെടുന്ന രാത്രിയാണ്. വയുൻസഖുൽ അഹ്യാഉ മിനൽ അംവാത്, മരിച്ചവരെ തൊട്ട് ജീവിക്കുന്ന ഒരാളുകളെ ലിസ്റ്റ് തയ്യാറാക്കും. വയുക്തുബുൽ ഹാജ്ജു, അവിടെ ഹജ്ജ് ചെയ്യുന്ന ആളെ എഴുതപ്പെടും.
ഫലാ യുസാദു ഫീഹിം അഹദുൻ. ഓരോ വകുപ്പിലും തീരുമാനിക്കപ്പെട്ട ഒരാളെ അധികാരപ്പെടുത്തപ്പെടും. അതുപോലെ തന്നെ വലാ യുൻഖസു മിൻഹും അഹദുൻ, അതിന് ഒരാളെയും ചുരുങ്ങിപ്പോകൂല. വറവാ ഉസ്മാൻ ഇബ്നുൽ മുഗീറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്തിട്ടുണ്ട്. കാലവിടുന്ന് പറഞ്ഞു, കാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറഞ്ഞു, തുഖ്തഉൽ ആജാലു മിൻ ശഅബാൻ ഇലാ ശഅബാൻ. ഒരു ശഅബാൻ മുതൽക്ക് അടുത്ത ശഅബാൻ വരെയുള്ള കാലയളവിലെ ആയുസ് ഒക്കെ രേഖപ്പെടുത്തി വെക്കപ്പെടും. എത്രത്തോളം? ഹത്താ ഇന്ന റജുല ലാ യുംകിഹു വയൂലദു ലഹു. ഒരു പുരുഷന്റെ വിവാഹിതനാകുന്നതും അവന് സന്താനം ജനിക്കുന്നതും വരെ എഴുതി വെക്കും. വഖദ് ഖറജ ഇസ്മുഹു ഫിൽ മൗതാ. അവന്റെ പേര് മരണപ്പെടുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു രാത്രിയാണ് ശഅബാൻ 15. മാത്രമല്ല അല്ലാഹു തആല ഖൈർ തുറക്കപ്പെടുന്ന 4 രാത്രിയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലാഹു തആല ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന 4 രാത്രികൾ. അത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം വന്ന ഹദീസിലുണ്ട്. അന്ന ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം വന്നു, സമയത്തു, ഞാൻ കേട്ടു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറയുന്നതായിട്ട്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കേട്ടു. എന്ത്? യഫ്തഹുല്ലാഹുൽ ഖൈറ ഫീ 4 ലയാലി. അല്ലാഹു തആല 4 രാത്രിയിൽ ഖൈർ തുറക്കും. ഒന്ന് ലൈലത്തുൽ അദ്ഹ വൽ ഫിത്ർ, വലിയരുന്നാളിന്റെ രാവ്, ചെറിയപെരുന്നാളിന്റെ രാവ്. അതുപോലെ തന്നെ ലൈലത്തുൻ നിസ്ഫ് മിൻ ശഅബാന, ശഅബാനിന്റെ പകുതിയുടെ രാവ്, അതായത് ബറാഅത്തിന്റെ രാവ്. അപ്പൊ എത്രയായി? 3 രാത്രിയായി. ലൈലത്തുൽ അദ്ഹ വൽ ഫിത്ർ ലൈലത്തുൻ നിസ്ഫ് മിൻ ശഅബാന. എന്നിട്ട് പറയുന്നു എന്റെ വഫീ ലൈലത്തി അറഫ, ഉണ്ടാവും അറഫയുടെ രാത്രിയിലും. അപ്പൊ 4 രാത്രിയായി. അപ്പൊ വലിയൊരുനാളും ചെറിയൊരുനാളും ശഅബാൻ 15-ഉം അറഫയിലും. ഈ പറയുന്ന രാത്രിയിൽ അല്ലാഹു തആല ഖൈർ തുറന്നു കൊടുക്കുന്ന രാത്രിയാണ് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദുർറുൽ മൻസൂർ എന്ന് പറയുന്ന തഫ്സീർ കിതാബുണ്ട്. ആ കിതാബിന്റെ 7-ാം വാള്യത്തിന്റെ 402-ാമത്തെ പേജിൽ ഈ സൂറത്തുൽ ദുഖാൻ വിശദീകരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫീ ലൈലത്തിൽ മുബാറക എന്ന് പറഞ്ഞത് ബർക്കത്തുള്ള രാത്രി എന്ന് പറഞ്ഞാലേ അതിന് ശഅബാന്റെ പകുതിപ്പെട്ട ബറാഅത്തിന് രാവാണെന്ന അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞാണ്ട് ഈ ശഅബാന്റെ പോരിഷനായി പറയുന്ന ബറാഅത്തിന്റെ പോരിഷനെ പറഞ്ഞു തരികയാണ്. മാത്രമല്ല ശഅബാന്റെ പകുതി, അതായത് ഈ ബറാഅത്ത് രാവായി കഴിഞ്ഞാൽ അല്ലാഹു തആല ജനങ്ങൾക്ക് പുറത്തുതരാൻ വേണ്ടി ഒരുങ്ങി തന്നെ നിൽക്കുകയാണെന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞു. ഇദാ കാന ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, ബറാഅത്തിന്റെ രാവായി കഴിഞ്ഞാൽ ഇത്തല അല്ലാഹു തആല ഇലൽ ഖൽഖിഹി, അല്ലാഹു തആല ജനങ്ങളിലേക്ക് ഒളിവായി നിൽക്കുന്നതിനാൽ ഒരുങ്ങി നിൽക്കുക. ഫയഗ്ഫിർ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത്രക്ക് വലിയ നേട്ടമുള്ള ഒരു രാത്രിയാണ് ശഅബാൻ എന്ന് പറയുന്ന രാത്രി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രാത്രിയിൽ ഒരുപാട് നിസ്കരിച്ചിരുന്നു. അവിടുന്ന് സുജൂദ് ഒരുപാട് നേരം, ഈ നിസ്കാരത്തിലുള്ള സുജൂദിൽ ഒരുപാട് നേരം സുജൂദ് നീട്ടി കൊണ്ടുപോയിരുന്നു എന്ന് പറയുന്ന ഹദീസ് കണ്ട് ആയിഷ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിസ്കരിച്ചു, സുജൂദ് നീട്ടിക്കൊണ്ടുപോയി. ഞാൻ ഹത്താ ലലൻതു, ഞാൻ വിചാരിച്ചു റസൂലുള്ളാഹിന്റെ സുജൂദ് നീണ്ടുപോയപ്പം അന്നഹു ഖദ് ഖുബില, റസൂലുള്ളാഹി വഫാത്താക്കപ്പെട്ടോ എന്ന് വരെ ഞാൻ ചിന്തിച്ചുപോയി. അങ്ങനെ എന്ത് ചെയ്തു? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്റെ കുംതു ഹത്താ ഹറത്തു ഇബ്ഹാമഹു, റസൂലുള്ളാഹി തള്ളവിരലിൽ പിടിച്ചിട്ട് ഞാനൊന്ന് അനക്കി നോക്കി. അപ്പം റസൂലുള്ളാഹി അനക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ ഇല്ല, അള്ളാഹിന്റെ ഹബീബ് വഫാത്തായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും ആ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു. നിസ്കാരത്തിൽ നിന്നും അള്ളാഹുവിന്റെ ഹബീബ് വിരമിച്ചപ്പോ ഞാൻ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, ഇതെന്താണിത്? അപ്പൊ അവിടുന്ന് പറഞ്ഞ ആ തദറൂന ലൈലത്ത ഹാദിഹി, ഈ രാത്രി ആ തദറൂനെ അറിയുമോ? അയ്യ ലൈലത്ത ഹാദിഹി, ഈ രാത്രി ഏതാണെന്ന് അറിയോ ആയിഷാർക്ക് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അല്ലാഹു റസൂലു ആലം എന്ന് പറഞ്ഞപ്പം
ഹാദിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന, ഇത് ശഅബാനിന്റെ ബറാഅത്തിന്റെ രാവാണ്, ശഅബാന്റെ പകുതിയുടെ രാവാണ് ആയിഷ. അതുകൊണ്ട് ഫയഗ്ഫിറു ലിൽ മുസ്ലിമീന മുസ്തഗ്ഫിരീന, പൊറുക്കലിനെ തേടുന്നവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും. വയർഹമുൽ മുസ്തർഹിമീന, റഹ്മത്ത് ചോദിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല റഹ്മത്തും കൊടുക്കുന്നതാണ്. അങ്ങനത്തെ രാത്രിയാണ് എന്നും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഹദീസുകളൊക്കെ ഇമാം സുയൂത്തി തങ്ങൾ തന്നെ അവരുടെ ദുർറുൽ മൻസൂർ എന്ന് പറയുന്ന തഫ്സീർ കിതാബിൽ വളരെ വ്യക്തമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ ബർക്കത്താക്കപ്പെട്ട ഈ രാത്രി ഉണ്ടല്ലോ, ഈ രാത്രിയുടെ പോരിശ കിട്ടാത്തവരുണ്ട്. അവർ എത്ര കെണിഞ്ഞ് പരിശ്രമിച്ച് അള്ളാഹുവിനോട് ചോദിച്ചിട്ടും കാര്യമില്ല, കേണി കെഞ്ചി പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് ഇതിന്റെ ബർക്കത്ത് കിട്ടൂല. ആ വിഭാഗക്കാരൊക്കെയാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം വന്ന ഹദീസുണ്ട്. ആ ഹദീസിൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതാനി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ എന്റെ അടുത്തേക്ക് വന്നു, ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന, ശഅബാന്റെ പകുതിയിൽ. വഖാല, എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, യാ മുഹമ്മദ് ഹാദിഹിൽ ലൈലത്തു തുഫ്തഹു ഫീഹാ അബ്വാബുസ് സമാഇ, നബിയെ ഈ രാത്രിയിൽ ആകാശത്തിന്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടും. ഈ രാത്രി എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. എന്നിട്ടോ അബ്വാബുർ റഹ്മത്തി, റഹ്മത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. റഹ്മത്തിന്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടുന്ന ഒരു രാത്രിയാണ് നബിയെ. ഫക്കും, അതുകൊണ്ട് നിങ്ങൾ എണീറ്റിക്ക്, നിങ്ങൾ കടക്കല്ലേ. വസല്ലി, നിങ്ങൾ നിസ്കരിക്ക്. വർഫഅ റഅസക, നിങ്ങളുടെ തല ഉയർത്തൂ നബിയെ. വയദൈക ഇല സമാഇ, നിങ്ങൾ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കും നബിയെ എന്ന് ജിബ്രീൽ പറഞ്ഞു. ഫഖുൽതു, അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, യാ ജിബ്രീൽ, ഓ ജിബ്രീലെ, മാ ഹാദിഹിൽ ലൈല, ഏതാ ഈ രാത്രി? വഖാല, അവിടുന്ന് പറഞ്ഞു, ഹാദിഹി യുഫ്തഹു ഫീഹാ 300 ബാബും മിൻ റഹ്മ, റഹ്മത്തിന്റെ 300 വാതിലുകൾ തുറക്കപ്പെടുന്ന രാത്രിയാണ് നബിയെ രാത്രി. ഫയഗ്ഫിറുല്ലാഹു തആല ലിജമീഇ മൻ ലാ യുശ്രിക് ഷൈആ, ഷിർക്ക് വെക്കാത്ത ആളുകൾക്കൊക്കെ അല്ലാഹു തആല ഈ ദിവസം പുറത്തു കൊടുക്കും. അപ്പൊ ഷിർക്ക് വെക്കുന്നവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. ഏതാ ഈ ഷിർക്ക് ചെയ്യുന്നവര്? ആരാ ഈ ഷിർക്ക് ചെയ്യുന്നവര്? ബഹുദൈവ ആരാധനക്കാർ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റുള്ള ലാത്ത, ഉസ്സ, അതുപോലെ കല്ല്, മരം, അങ്ങനെ തുടങ്ങിയിട്ട് വസ്തുക്കളൊക്കെ ആരാധിക്കുന്ന ആളുകൾ, തീനെ ആരാധിക്കുന്നവര്, സൂര്യനെ ആരാധിക്കുന്നവര്, അങ്ങനെ ഇവിടുത്തെ ഇതര മതസ്ഥർ, അവരൊക്കെയാണ് ഈ പറയുന്ന മുശ്രിക്കീങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും വഹാബികളെ അർത്ഥം വെക്കുക എന്താണോ? സുന്നികളിൽ പെടും. എന്താ? മുജീദ് ആരാധിക്കുന്നത്. ആരാധിക്കുന്നത് ആരാണ്? മുജീദ് ആരാധിക്കുന്നത്. നമ്മൾ പറഞ്ഞ യാ അബ്ദുൽ ഖാദിർ ജീലാനി, അബ്ദുൽ ഖാദിർ ജീലാനി, അബ്ദുൽ ഖാദിർ ജീലാനി, എന്തായാലും അർത്ഥം? യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നമ്മൾ വിളിക്കണേ. ഈ അബ്ദുൽ ഖാദിറിന്റെ അർത്ഥം എന്താ? ഖാദിറായ, കൈവുള്ളവനായ അള്ളാഹുവിന്റെ അടിമേനെ വിളിക്കണം. പിന്നെ ഉടനെ ആരാധന. ഉടനെ മനസ്സിലാവില്ലേ നമുക്ക്? എന്താണ് ഇവര് വെറുതെ പിത്തനുണ്ടാക്കുന്നത്? നമ്മൾ ആരാണ് മുജീദ് ആരാധിക്കുന്നത്? ആരാ മമ്പർന്നങ്ങൾ ആരാധിക്കുന്നത്? ഞമ്മൾക്ക് ആർക്കും അങ്ങനെ വാദമല്ല. മമ്പർന്നങ്ങളാകട്ടെ, മുജീദ് ആകട്ടെ, ആരായാലും ഒക്കെ അള്ളാഹുവിന്റെ അടിമയാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷെങ്കിൽ ആ അടിമകൾക്ക് അള്ളാഹുത്തിന് ഒരുപാട് പവിത്രതയും ബഹുമാനവും ആദരവും കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് ശിർക്ക് വെക്കുന്നവർക്ക് അള്ളാഹുത്തിന് പുറത്തു കൊടുക്കൂല ഒരു വിഭാഗക്കാര്. ഇല്ലാമൻ കാന സാഹിറൻ, സാഹിര്യങ്ങളായ ആളുകൾക്കും പുറത്തു കൊടുക്കൂല. ഔ കാന കാഹിനൻ ഔ മഷാഹിനൻ, ജ്യോത്സ്യപ്പണി ചെയ്യുന്ന ആളുകള്, ശകുനം നോക്കി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെല്ലുന്ന ആളുകള്, അപ്പൊ ജ്യോത്സ്യന്റെ അടുത്ത് പോണവർക്കൊന്നും പുറത്തു കൊടുക്കൂല. ഈ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന ഉമ്മമാരുണ്ട്, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില്. ഒരിക്കലും ചെയ്യരുത്. ഒരു വട്ടങ്ങാൻ ജ്യോത്സ്യനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു 40 കൊല്ലത്തെ ആരാധന ഒഴിക്കപ്പെടും. നഅൂദുബില്ല, അല്ലാഹു കാക്കട്ടെ. ആ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹുവിന് പുറത്തു കൊടുക്കൂല. ഈ രാത്രിയുടെ പവറും കിട്ടൂല. ആ മദ്മനഖം, അല്ലെങ്കിൽ കള്ളു കുടിക്കുന്ന, കള്ളിലായിക്കൊണ്ട് പൂട്ടി ജീവിക്കുന്ന കള്ളുകുടിയന്മാർക്ക് അല്ലാഹുവിന് പുറത്തു കൊടുക്കൂല. ഓ മുദിർറൻ അലസിന, വ്യഭിചാരത്തിന്റെ മേൽ പൂണ്ടി പിടിച്ച ആളുകൾക്കും ഈ ബർക്കത്ത് കിട്ടൂല. റിബ, പലിശ ഭക്ഷിക്കുന്ന ആളുകള്, അവർക്ക് ഈ പറയുന്ന ദിവസത്തിന്റെ ബർക്കത്ത് കിട്ടൂല. ഔ ആക്കൽ വാലിദേ, മാതാപിതാക്കളെ ഉറപ്പിച്ചവർക്ക് ഈ ബർക്കത്ത് കിട്ടൂല. അവൻ നമ്മാമി, നമീമത്ത് പറഞ്ഞു നടക്കുന്നവർക്കും, ഔ ഖാതിഇർ റഹ്മി, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർക്കൊന്നും ഇതിന്റെ ബർക്കത്തില്ല.
എന്നിട്ട് പറയാണ് അല്ലാഹു റസൂൽ പറഞ്ഞു, ഇവർക്കൊന്നും അല്ലാഹു തആല പുറത്തു കൊടുക്കൂല ഹത്താ യതൂബു, അവർ തൗബ ചെയ്യുന്നവരെ. അവർ തൗബ ചെയ്താൽ ഓക്കെ, അത് ശരിയാണ്. ഔ യത്റുക്കു, അല്ലെങ്കിൽ അതൊക്കെ അവർ ഉപേക്ഷിച്ചിട്ട് ഒഴിവാക്കാം, ഇങ്ങോട്ട് നന്മയിലേക്ക് വരണം. അങ്ങനെ അതുകൊണ്ട് കേട്ടപ്പോൾ റസൂൽ നിസ്കരിച്ചു. ജിബ്രീൽ പറഞ്ഞോർക്കാണ്. റസൂലുള്ള കരഞ്ഞുപോയി. ഫീ സുജൂദിഹി, റസൂലുള്ളാഹിന്റെ സുജൂദിൽ. വഹുവ യഖൂലു, എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇഖാബിക വസുഖ്തിക വഅഹ്സി തനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു അത്തഖുറുല്ലാഹ അത്തഖുറുല്ലാഹ് എന്ന് പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, നിന്റെ ശിക്ഷയെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു, നിന്റെ കോപത്തിനെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു, നിന്റെ മേലിൽ സർവസ്തുതിയും അർപ്പിക്കുന്നു, നിന്റെ സ്വന്തം ശരീരത്തിന്റെ മേലിൽ നീ സ്തുതിച്ച പോലെ എന്നൊക്കെ പറഞ്ഞാണ്ട് ഉള്ള അതിമഹത്തായ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു പോയി റസൂലുള്ളാഹ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇത്തരം വിഭാഗക്കാർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കൂല, അവർക്ക് ഈ ബർക്കത്തും കിട്ടൂല. അല്ലാഹു തആല അത്തരം വിഭാഗത്തിൽ നമ്മൾ പെടുത്താതെക്കട്ടെ. ഇമാം ഇസ്മായിൽ ഹിക്കക്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൂഹുൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീറിന്റെ കിതാബിൽ സൂറത്തു ദുഖാൻ വിശദീകരിച്ചു കൊടുത്ത് ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ അല്ലാഹു തആല ഈ രാത്രിയിൽ പുറത്തു കൊടുക്കാത്ത വിഭാഗക്കാര് എന്ന് പറയുമ്പോൾ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യഗ്ഫിറു ലിജമീഇൽ മുസ്ലിമീൻ, മുഴുവനായിട്ട് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഫീ തിൽക്കൽ ലൈലത്തി, ഈ ബറാഅത്തിന്റെ രാത്രിയിൽ, ഇല്ലാ ലികാഹിനിൻ, ഒരു ജ്യോത്സ്യപ്പണിക്കാരൻ ഒഴികെ ഓന് പുറത്തു കൊടുക്കൂല. ഔ സാഹിരിൻ, അല്ലെങ്കിൽ സിഹിർ ചെയ്യുന്നവർക്ക്, ഔ മശാഹിരിൻ, അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക്. ആ പിണങ്ങി നിൽക്കുക എന്ന് പറയുന്ന ആളുകളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് കൊണ്ടുവന്നത് ഇമാം ഇസ്മായിൽ ഖിറുല്ലാനാണ്. ഔ മദ്മൻ ഖംർ, അല്ലെങ്കിൽ കള്ളുകുടിയിൽ പൂണ്ടുപിടിച്ചവൻ, ഔ ആഖിലിൽ വാലിദൈനിൽ മാതാപിതാക്കളെ ഓർപ്പിച്ചവൻ, ഔ മുസ്ലിം അസിന, അതൊക്കെ നമ്മൾ പറയാനേ വിചാരത്തിന് പൂണ്ടുപിടിച്ചവൻ. ഇവിടെയാണ് നമുക്കൊരു രസം കാണാം. ഇവിടെ ഔ മശാഹിനി, പിണങ്ങി നിൽക്കുക എന്ന് പറഞ്ഞില്ലേ, അവിടെ പറയുന്നു കാലഫി കശ്ഫിൽ അസ്റാർ, കശ്ഫിൽ അസ്റാർ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതിലുണ്ട് ഇസ്മായിലിക്ക് റൂഹുൽ ബയാനിലും പറയുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതില് റൂഹുൽ ബയാൻ 8-ാം വാള്യത്തിന് 511-ാമത്തെ പേജിൽ എന്ത് ഫസ്സറ അഹ്ലുൽ ഇൽമി, ഈ പണ്ഡിത ലോകം വിശദീകരിച്ചു അൽ മശാഹിന, ഈ മശാഹിനെ എന്ന് പറഞ്ഞാണ്ട്, അതായത് പിണങ്ങി നിൽക്കുന്ന ആളുകള്, അങ്ങനത്തെ കുശുംബന്മാര് അറിയില്ലേ, അങ്ങനത്തെ ആളുകൾ എന്ന വിഭാഗത്തില് പണ്ഡിത ലോകം തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ഫീ ഹാദിഹിൽ മൗളിഇ, ഈ സ്ഥലത്ത് മശാഹിനി എന്ന് പറയുന്ന സ്ഥലത്ത് അവര് തഫ്സീർ പറഞ്ഞു ഫീ അഹ്ലിൽ ബിദ്അത്തിന്റെ ആളുകള്. ഈ പറയുന്ന രാത്രിയില് പിണങ്ങി നിൽക്കുന്നവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കൂല, ഇതിന് ബർക്കത്തും കൊടുക്കൂല. ബിദ്അത്തിന്റെ ആളുകൾക്കും. അപ്പൊ ഇവിടുത്തെ മുജജമ പോലത്തെ പിത്തന കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിക്കൊന്നും ഈ രാത്രിന്റെ ബർക്കത്ത് കിട്ടൂല. മനസ്സിലായില്ലേ? സുബ്ഹാന ജല്ല ജലാൽ. പിന്നെ എങ്ങനെ ഒരു ഇസ്മായിലിലേക്ക് തങ്ങൾ എടുക്കുവോ? അപ്പൊ ഒരു വഹാബി എത്ര തന്നെ കെണിഞ്ഞ് ശ്രമിച്ചിട്ടും കാര്യമില്ല, ഈ രാത്രിയിൽ ഓരോ ബർക്കത്തില്ല. അപ്പം പിത്തനുണ്ടാക്കാൻ നോക്കൂലേ? ഇബ്ലീസിന്റെ പണിയല്ലേ ചെയ്യാ. ഇബ്ലീസിന് ഏതായാലും സ്വർഗം നഷ്ടപ്പെട്ടു പോയി, ഇന്ന് ഇബ്ലീസ് സ്വർഗത്ത് കിടക്കുന്ന ഒരാളും വിചാരിക്കണ്ട. ഇല്ലമ്പത്ത് ഇബ്ലീസ് സ്വർഗത്ത് കിടക്കൂല കേട്ടോ, ഉറപ്പാ, യാതൊരു സംശയവുമില്ല. ഈമാനിന്റെ ചെറിയൊരു കടുകുമണി നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് എന്താകും? സ്വർഗം തരും എന്നാണ് നമ്മുടെ അഖീദ. എന്നാൽ ഇബ്ലീസിന് അങ്ങനെ ഒരു ചെറിയൊരു ഒരു പഴുതുമില്ലല്ലോ. എങ്ങനായാലും കാലാകാലം നരകത്ത് കിടക്കേണ്ടവനാണ് ഈ ചങ്ങായി. അപ്പോൾ എന്ത് ചെയ്തു? ഞമ്മക്ക് ഏതായാലും കിട്ടൂല, അതുകൊണ്ട് മറ്റുള്ളവർക്കും കിട്ടരുത്. ആ ഒരു വാശി ഇന്നമാർക്കാണ് വിദേഹത്തിന്റെ ആളുകൾ. ഓർക്ക് എന്തായാലും കിട്ടൂല എന്നുള്ളത് ഉറപ്പാണേ. എഴുതികണ അങ്ങനെ ഓർക്ക് കിട്ടൂല എന്നുള്ളത് ഓര് വെറുതെ നോക്കുകയാണ്. ഒരു നോക്കൂല, ഇങ്ങനെ നോക്കിയാൽ തന്നെ കാര്യമില്ല, അവർക്ക് കിട്ടൂല. അപ്പോൾ എന്താക്കുക? മറ്റുള്ളവരെ പിത്തനാക്കുകയാണ്. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത്തരം ആളുകളുടെ ശരണത്തോട് അള്ളാഹുവിനെ നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാണ് ഇവർ ഇമാമിയങ്ങളെ കുതിര കയറുന്നത്. ഇമാമിയങ്ങൾ ഇവരെ ബരച്ചകട്ട് കാട്ടുകയാണ്. ഇസ്മായിലൊക്കെ റൂഹുൽ ബയാൻ എങ്ങനെ എഴുതി? അപ്പൊ ഞാൻ ഇസ്മായിലൊക്കെ തെളിവാവൂല. റൂഹുൽ ബയാൻ തൊട്ടുക്കൊലിച്ചെന്ന് കളി അറിയും.
ഇങ്ങളെടുത്ത് പാട്ടുണ്ടായാണ്ട് ഞങ്ങളാ പാട്ട് തിരുത്താതെ നടക്കുമ്പോ ഇങ്ങളെ പറ്റി എഴുതിയാ പിന്നെ നിങ്ങൾ വിളിച്ചിട്ട് കാര്യമുണ്ടോ? പാട്ട് തിരിച്ചിട്ട് സുന്നത്തമാത്തിൽ വരാൻ നോക്കിയോ ഹാവികളെ? അത് ശരി, നിങ്ങൾ ഈ തോന്നിയാസായിട്ട് ഇങ്ങനെ നടന്നാ പിന്നെ ആരങ്ങളൊപ്പം ഉണ്ടാവുക? നിങ്ങൾ 4 മുക്കൂട്ട് കമ്പനിക്കാരെന്ത് കരുതിയാണ്ട്? അപ്പൊ ആയതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിലേക്ക് അള്ളാഹുത്തല പുറത്തു കൊടുക്കാത്ത രാത്രിയാണ്. ഇസ്മായിൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ റൂഹുൽ ബയാന്റെ 8-ാം പാഠത്തിന്റെ 511-ാമത്തെ പേജിൽ പറയുന്നു, സംസം വെള്ളത്തിന് കാര്യമായിട്ട് വർധനവ് കൊടുക്കുന്ന രാത്രിയിൽ അന്നമിൻ ആദത്തില്ലാഹി, അള്ളാഹുവിന്റെ പതിവിൽപ്പെട്ടതാണ് ഫീ ഹാദിഹിൽ ലൈലത്തി, ഈ രാത്രിയിൽ അൻ യസീദ മാഉ സംസം സിയാദത്തൻ ളാഹിറത്തൻ, സംസം വെള്ളത്തിലേക്ക് ഈ രാത്രിയിൽ വർധനവ് കൊടുക്കും. അപ്പൊ ഒരു വർഷത്തേക്ക് വേണ്ട സംസം വെള്ളം അല്ലാഹു തആല അതിന്റെ വർധനവായിട്ട് കൊടുക്കുകയാണ് ഈ രാത്രിയിൽ. അങ്ങനെയും പണ്ഡിത ലോകം പല കിതാബിലും ആ ഇബാറത്ത് വന്നിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പൊ ഇത്രയൊക്കെ പോരിശയുള്ള രാത്രിയാണ്. ഇതൊക്കെ പോരെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ. അപ്പൊ ആരൊക്കെ നമ്മൾ ഉദ്ധരിച്ചു? ഇമാം ഫഖ്റുദ്ദീൻ റാസി അടക്കമുള്ള, ഖുർത്തുബി അടക്കമുള്ള, അതുപോലെ സുയൂത്തി അടക്കമുള്ള, ഇസ്മായിൽ ലഖ്ഖി അടക്കമുള്ള റളിയല്ലാഹു അൻഹു പോലത്തെ വലിയ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചു. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു ഒക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന സൂറത്തു ദുഖാനിലെ ഫീ ലൈലത്തുൽ മുബാറക എന്ന് പറയുന്നിടത്ത് അതിന്റെ രാത്രി ബർക്കത്താക്കപ്പെട്ട രാത്രി എന്ന് പറഞ്ഞാൽ അത് ശഅബാന്റെ 15 തന്നെയാണ് എന്നുള്ളത് അതിന്റെ തുടക്കം കുറിച്ചത് അവിടെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ ബൈളാവിയുടെ 5-ാം പാഠത്തിന്റെ 157-157-ാമത്തെ പേജിൽ സൂറത്തുൽ ദുഖാൻ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ മുബാറക, ആ ലൈലത്തുൽ മുബാറക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നിടത്ത് പറഞ്ഞു ലൈലത്തുൽ ഖദർ, ഒരു അഭിപ്രായം ലൈലത്തുൽ ഖദറാണ്. അവിൽ ബറാഅത്തു, അല്ലെങ്കിൽ ബറാഅത്തിന്റെ രാവാണ്. ബറാഅത്തിന്റെ രാവാണെന്ന് പറയുമ്പോൾ ഇബ്തിദാഉ ഫീഹാ ഇൻസാലു, ഖുർആന്റെ ഇറങ്ങല് തുടങ്ങിയത്. അപ്പൊ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഒറ്റ ഗഡുവായിട്ട് ഇറങ്ങിയത്. മനസ്സിലായില്ലേ? ഈ പറയുന്ന ഇതിലേക്കാണ് എന്താ പറയുന്നത്, ഔ അൻസല ഫീഹാ ജുംലത്തുൻ മിന സമാഇ ദുനിയ മിനൽ ലൗഹിൽ മഹ്ഫൂദ്. കണ്ടോ, ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും 1-ാം ആകാശത്തേക്ക് ജുംലയായിട്ട് ഇറക്കിയത് ഈ രാത്രിയിലാണ്. പിന്നെ സുമ്മ അൻസല അല റസൂൽ നജൂബ വബക്കർ വബറകാതിഹാ ലിദാലിക, പിന്നീട് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് പിന്നീടാണ് പിന്നെ ഇറക്കി കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പിന്നീട് ഇറങ്ങിയതാണ് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് ഇമാം ബൈളാവിയിൽ വ്യക്തമായിക്കൊണ്ട് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു തഫ്സീർ ബൈളാവി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ വെള്ളം ജാസ്തിയാകുമെന്നുള്ളത്, വെള്ളത്തിലേക്ക് ജാസ്തി കൊടുക്കും, വർധന കൊടുക്കും എന്ന് പറയുന്നത് അത് വളരെ വ്യക്തമായിക്കൊണ്ട് തഫ്സീർ അബൂ സഊദിലും വളരെ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്. അതിന്റെ തഫ്സീർ അബൂ സഊദിന്റെ 6-ാം പാഠത്തിന്റെ 102-ാമത്തെ പേജിൽ വക്കീല യുസീദു ഫീ ഹാദിഹിൽ ലൈലത്തി മാഉ സംസം സിയാദത്തൻ ളാഹിറത്തൻ. കണ്ടോ, വളരെ വ്യക്തമായിക്കൊണ്ട് ജാസ്തി അവിടെ കൊടുക്കുന്നു. അപ്പൊ ഒരുപാട് തഫ്സീറിൽ ഇപ്പൊ എന്തായി, ഒരുപാട് തഫ്സീറുകളിൽ ഇതിന്റെ പോരിശ ധാരാളമായിട്ട് എഴുതുന്നുണ്ട്. വെറുതെ പറയുന്നതല്ല എന്നർത്ഥം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് മനസ്സിലായി എന്ത്, ഈ രാത്രിക്ക് വലിയ പുണ്യമുണ്ട്, ബർക്കത്തുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ ഈ രാത്രിക്ക് ബർക്കത്തുണ്ട് എന്നായി. ഇനി ഇൻഷാ അല്ലാഹ് ഈ രാത്രിയിൽ ഉള്ള ആരാധനകളെ പറ്റിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം അവിടെയുള്ള നിസ്കാരത്തിനെ പറ്റിയിട്ട് ചർച്ച വരും, അവിടുത്തെ ദിക്റുകളെ പറ്റി ചർച്ച വരും, അതുപോലെ തന്നെ അന്നുള്ള നോമ്പിനെ പറ്റി ചർച്ച ചെയ്യും. ഇതൊക്കെയാണ് നമുക്ക് കാര്യമായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ അതുകൊണ്ട് ചർച്ച ചെയ്താൽ ഈ സെഷൻ അവിടെ പൂർത്തിയാകും. അതിന് നോമ്പ് സുന്നത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സുന്നത്തുണ്ടോ എന്ന് നിങ്ങൾ ശരിക്കും നോക്കണം. അതുപോലെ തന്നെ 100 റക്അത്ത് നിസ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. എന്താണ് എന്റെ വാസ്തവം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് നാളെ ഇതുപോലെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് പറയും. ഏത് വഹാബി വന്നാലും, ഇപ്പൊ കുറച്ചു നേരത്തെ ഒരു വഹാബിന്റെ കൃത്യം നമ്മൾ ഇട്ടല്ലോ, വഹാബിയാണ്. അപ്പോ ഒരു ഇബാറത്ത് ഇതുപോലെ എവിടെയാണ് വായിച്ചർത്ഥം നമ്മളൊന്നും പറയണ്ട, ഇമാമിയങ്ങൾ പറഞ്ഞത് ഇങ്ങനെ വായിച്ചർത്ഥം വെച്ചാൽ അങ്ങനെ. ഇനി നമുക്ക് ചോദിക്കാണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാണ്ട് ഇൻഷാല്ലാഹ് നാളെ ഇൻഷാല്ലാഹ് വിശദീകരിക്കാം. അപ്പം ആര് പറയുകയാണെങ്കിലും എന്ത് വേണം, തെളിവ് രേഖ വേണം. ഒരു ഹദീസുണ്ട്, അത് ലൈഫാണ്, അത് മൗദൂആണ്, അത് അങ്ങട്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ആര് പറഞ്ഞത് ലൈഫാണ്, ആരാണ് അത് മൗദൂആണ് പറഞ്ഞത്, അതുപോലെ തന്നെ നോമ്പ് പറ്റൂല എന്ന് ആരൊക്കെ പറഞ്ഞു, ഈ ദിവസത്തിന് ആരൊക്കെ ആക്ഷേപിച്ചു,
സൂറത്തുൽ ദുഖാനിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതിൽ മുഫസ്സിരീങ്ങൾ ഇത്രയും വായിച്ച് തഫ്സീറിന്റെ കിതാബിൽ ആ പേജൊക്കെ എടുത്തു നോക്കി, ഗ്രന്ഥങ്ങൾ തട്ടിച്ചു നോക്കി, ഇങ്ങോട്ട് ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. ശരി, ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.